ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന LD ലെവൽ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണിത്. ഇനിയും LDC എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് തന്നെ പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു, ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ, വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ, അഭിനവ കേരളം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂർ, നാനാ സാഹിബ്, ബീഹാർ, കൻവർ സിംഗ്, ഡൽഹി, ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി, റാണി ലക്ഷ്മിഭായ്. ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനം. ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാം ശരിയാണെന്നുള്ളതാണ് കറക്റ്റ്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഭരണഘടനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 4, 1, 3. ബോസ്റ്റൺ ടീ പാർട്ടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ എണ്ണപ്പാടം ഝാരിയയാണ്. ഓപ്ഷൻ എ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. നാഷണൽ വാട്ടർവേ നമ്പർ 3, ദേശീയ ജലപാത 3. ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവർ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ? പാലക്കാട്, ഇടുക്കി. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് PC മഹൽനോബിസ്? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? സെബി. ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകിയെന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? അതിർത്തി നിർണയ കമ്മീഷൻ. താഴെ തന്നിരിക്കുന്നത് ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണർ. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ യുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് ഇദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ദ ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷിത ചുമതല? CISF. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം 22 രൂപ. താഴെ കൊടുത്തിരിക്കുന്നത് ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H.
18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ആരോഗ്യ കിരണം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്ന ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ട. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നത് ശരിയായ ഏത്? ഒന്ന് മാത്രമാണ് ശരി വരുന്നത്. നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. ഓപ്ഷൻ സി ആണ് വരുന്നത്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ എ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം? എംഫിസീമ, ഫാറ്റി ലിവർ. ഓപ്ഷൻ എ. വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് BS6. ഓപ്ഷൻ ഡി. താപനില കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ പറയുന്നത് ശരിയായത് W=P/T. ഓപ്ഷൻ സി. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? രണ്ടും ഒരുമിച്ച്. ഓപ്ഷൻ സി. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതാൽ. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലുമിനിയം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ പറയുന്നതിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് വിധേയമാകുന്നത്? നാശത്തിന് വിധേയമാകുന്നത്. pH <5.5. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. ഓക്സിജൻ മൂലത്തിൻ്റെ രൂപാന്തരങ്ങൾ. ഓപ്ഷൻ ഡി. O2, O3, O4. താഴെ പറയുന്ന ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് ബ്രോമിൻ. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം കൊടിയേറ്റം. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? സാഹിത്യ വിമർശനം. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരുന്നു? ടെന്നീസ്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മ. 2024 ഖേലോ ഇന്ത്യൻ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികൾ? കുമാരനാശൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് OS. താഴെ പറഞ്ഞത് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? സഫാരി. PROM-ൻ്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഓപ്ഷൻ സി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് 2008. താഴെ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫെറൻസ്. താഴെ പറയുന്നത് ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളുണ്ട്? ഓപ്ഷൻ ബി 46. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 18 വയസ്സിൽ താഴെയുള്ളൊരു വ്യക്തി. ഏതൊരു വ്യക്തി? SC/ST വിഭാഗങ്ങൾക്കുള്ള അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ഓപ്ഷൻ സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓപ്ഷൻ ബി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജി. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ 10. ഓപ്ഷൻ ബി. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക 165. ഓപ്ഷൻ എ. പൊതുവ്യത്യാസം 6 സമാന്തര ശ്രേണിയുടെ 7-ാം പദം 52 16-ാം പദം 106. ഓപ്ഷൻ ബി. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജനത്തിൻ്റെ ഒരു അകുകോണിൻ്റെ അളവ് 150 ഡിഗ്രി. ഒരു കോൺ 45 ഡിഗ്രിയായ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം 6√2. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം 1, 4, വൃത്തകേന്ദ്രം 3, -4 എങ്കിൽ വ്യാസത്തിൻ്റെ മറ്ററ്റത്തിൽ സൂചക സംഖ്യകൾ 5, -12. ഒരു അധിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത 2/7. ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ 3 + 2√2. ചിത്രത്തിൽ C വൃത്തഗ്രന്ഥം ആംഗിൾ ABD = 30 ഡിഗ്രി ആയാൽ കോൺ ACD = 60 ഡിഗ്രി. ഓപ്ഷൻ ബി. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട് 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രവും 60 ഡിഗ്രി. റീറൈറ്റ് ദ ഫോളോയിങ് sentence using so that the gem is so small that it cannot be seen with the naked eye. Option B. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. Inhibition. Fill in the blanks. The given below sentence. Neither of them
loves me. Option D. Alas, my uncle met with an accident, he said. He cried out that his uncle had met with an accident. Option B. Change the following sentence into superlative degree. Light travels faster than anything else. Of all things in the world, light travels the fastest. Choose the correct preposition to fill in the blanks given below. The burglar jumped over the compound wall. Option D. Find out the meaning of the idiom. Tie yourself up in knots. Become very confused when you are trying to explain something. Option C. Complete the following sentence using suitable articles. On dash way, we saw dash one-eyed beggar. On the way, we saw a one-eyed beggar. Option B. What is the expansion and meaning of the abbreviation given below? Anti-meridian, before midday. Option B. Find out the synonym for the word feud. Quarrel. Option C. മാവ് എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് വരകം. ശരിയായ പദം കണ്ടെത്തുക. കവയിത്രി. ഓപ്ഷൻ ഡി. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം വിദുഷി. ഓപ്ഷൻ സി. അശ്വത്ഥം എന്ന പദത്തിന് സമാനമായ അർത്ഥം വരുന്ന പദം അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. വിപരീത പദം എഴുതുക. സുഖീയം പരകീയം. പിരിച്ചെഴുതുക. പടക്കളം പട പ്ലസ് കളം. ഓപ്ഷൻ സി. ഓലപ്പാമ്പ് കാട്ടുക. ഭീഷണിപ്പെടുത്തുക. ഓപ്ഷൻ ഡി. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി ആണ്. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ചേർത്ത് എഴുതുക. നൽ പ്ലസ് നൂൽ നന്നൂൽ. ഓപ്ഷൻ എ. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.